ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 7ാമത്തെ ചാപ്റ്ററാണ് നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ബേസിക് സയൻസ് 6ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ക്ലാസ് 7, ക്ലാസ് 5 to 10 വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഏതാ ക്ലാസ്സാണ് വേണ്ടത്, അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റാണെന്നുള്ളത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, അതിൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ട് നമ്മൾ NCERT ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്നാണ്. ഇവിടെ ആദ്യം തന്നെ എന്താണ് പറയുന്നത്? ചിങ്ങം 1 കർഷക ദിനം അല്ലേ? ചിങ്ങം 1 കർഷക ദിനം. ഗുണമേന്മയുള്ള പച്ചക്കറികൾ ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മിടുക്കനെ ശ്രദ്ധിച്ചില്ലേ? ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ? ഇത്തരം പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്? അതുപോലെ തന്നെ കൃഷിയിൽ ഇതുപോലെ നേട്ടം കൈവരിച്ച ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഒരു കുട്ടി എന്താ പറയുന്നത് നോക്കാം. ഞാൻ 8ാം ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയാണ്. അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ കുടുംബം. സ്വന്തമായൊരു വീടും 15 സെൻറ്റ് പുരയിടവുമാണ് ഞങ്ങൾക്കുള്ളത്. അച്ഛൻ ഒരു ചെറുകിട വ്യാപാരിയാണ്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് കൃഷിത്തോട്ടം സന്ദർശിച്ചപ്പോഴാണ് എനിക്ക് കൃഷിയോട് കൂടുതൽ താല്പര്യമുണ്ടായത്. തുടർന്ന് കാർഷിക മേഖലയിലെ വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. സ്ഥലപരിമിതി കണക്കിലെടുത്ത് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് കൃഷി ചെയ്തത്. പയർ, പാവയ്ക്ക, വഴുതന, വെണ്ട, കോവൽ, പുതിന, ചീര, പച്ചമുളക്, തക്കാളി എന്നീ ഇനങ്ങളാണ് ഞാൻ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് പച്ചക്കറികൾ വിൽക്കാനും കഴിയുന്നുണ്ട്. ഒരാഴ്ചയിൽ ഇങ്ങനെ ഏകദേശം 2000 രൂപ വരെ ഇതിലൂടെ സമ്പാദിക്കുവാനും സാധിക്കുന്നുണ്ട്. കൃഷിഭവൻ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, കൃഷി സഹകരണ സംഘം എന്നിവയുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും എനിക്ക് ലഭിക്കാറുണ്ട്. അടുത്ത കാലത്തായി ചില ഓൺലൈൻ സേവനങ്ങളും പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിയുടെ ഒരു കൃഷിയിലുണ്ടായിരുന്ന വിജയഗാഥയെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? നെക്സ്റ്റ്, ടാപ്പിയോക്ക പ്ലക്കറിന് പേറ്റന്റ് തേടി സ്കൂൾ വിദ്യാർത്ഥി. മരച്ചീനി വിളവെടുപ്പിന് ലഘുയന്ത്രം വികസിപ്പിച്ച് സ്കൂൾ വിദ്യാർത്ഥി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി തൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റൻ്റായി അപേക്ഷിച്ചിരിക്കുകയാണ് ഈ ലിറ്റിൽ സയൻറ്റിസ്റ്റ്. ഇനി വാഴയിലയിലെ വിജയം. എടപ്പാൾ. വാഴക്കുലകൾക്ക് പകരം വാഴയില വിപണനത്തിലൂടെ വിജയത്തിൻ്റെ പുതുഗാഥ രചിച്ചിരിക്കുകയാണ് എടപ്പാളിലെ ഉന്നത ബിരുദധാരിയായ യുവ കർഷകൻ. വാഴക്കുലയ്ക്ക് വില കുറഞ്ഞപ്പോൾ വാഴയില വിൽക്കാമെന്ന വേറിട്ട ചിന്തയാണ് അദ്ദേഹത്തെ ഈ സംരംഭത്തിലേക്ക് നയിച്ചത്. നെക്സ്റ്റ്, വിദ്യാർത്ഥിനിയുടെ ഇലക്കറിക്കട. പോഷകമൂല്യമുള്ള ഇലക്കറികളുടെ വിപണി സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനായി കോളേജ് വിദ്യാർത്ഥിനി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് 1 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് വിറ്റുവരവിൽ റെക്കോർഡ്. മഞ്ഞൾ കൃഷിയിലൂടെ സംരംഭകനായി. വയനാട്. 2 ഏക്കറിൽ മഞ്ഞൾ കൃഷി ചെയ്ത യുവാവ് വിളവെടുപ്പ് സമയത്ത് വിലയിടിവ് കാരണം പ്രതിസന്ധിയിലായി. എന്നാൽ മഞ്ഞളിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് തിരിച്ചറിഞ്ഞതോടെ യുവാവ് പുതിയൊരു സംരംഭകനായി മാറി. ഗന്ധകശാലയ്ക്ക് പുതിയ ബ്രാൻഡ്. അന്യം നിന്ന് പോകുന്ന ഗന്ധകശാല നെല്ലിനം തനത് രീതിയിൽ കൃഷി ചെയ്ത് പ്രത്യേകം ബ്രാൻഡിൽ വിപണിയിൽ ഇറക്കിയതോടെ നല്ല വിറ്റുവരവുണ്ടായി. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സ്ഥലത്ത് കൃഷിക്ക് ഒരുങ്ങുകയാണ് യുവ സംരംഭകർ. ഇതിൽ നിന്ന് നമുക്ക് കുട്ടികൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അവർക്ക് കിട്ടിയിട്ടുള്ള മികവിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? ഇനി കൃഷി ഒരു വിജയഗാഥ. ഓൺലൈൻ സംവിധാനം എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ വരാം? രോഗകീടബാധ വിവരശേഖരണം, പരിഹാരം. ഇനി പിന്നെ വിപണി വില നിലവാരം അറിയാനൊക്കെ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാം. ഇനി സഹകരണ സംഘങ്ങൾ എന്ന് പറയുമ്പോഴോ വായ്പകൾ ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിപണനമൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കുടുംബാംഗങ്ങളാണെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകാം. അതുപോലെ തന്നെ കായികാധ്വാനം, അതുപോലെ തന്നെ പരിചരണം. നെക്സ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിലോ അംഗീകാരം ലഭിക്കും. അതുപോലെ തന്നെ സബ്സിഡി നൽകും അല്ലേ? നെക്സ്റ്റ് കൃഷിഭവനിൽ പരിശീലന പരിപാടികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും വിതരണം ചെയ്യുന്നുണ്ട്. സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തൽ.
കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യമില്ല എന്ന് പരിതപിക്കുന്നവർക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് നമ്മുടെ കുട്ടി കർഷകൻ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക. അതായത് സ്ഥലമില്ലാത്തവർക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. തന്നെ 15 സെൻറ്റ് പുരയിടം പരമാവധി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്നതിനുള്ള ചില സൂചനകളാണ് നമുക്ക് ചിത്രത്തിൽ കാണുന്നത്. നോക്കി, ചാക്കിലെ കൃഷിയില്ലേ, നമുക്ക് സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാക്കിൽ കൃഷി ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ അക്വാപോണിക്സ് എന്ന് വെച്ചതാണ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അക്വാപോണിക്സ് എന്ന് വെച്ചതാണ് വെള്ളത്തിൽ സൂക്ഷ്മ ഇതിൽ ന്യൂട്രിയൻസൊക്കെ ഈ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് കൃഷി ചെയ്യുന്നതിനെയാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, പെറ്റ് ബോട്ടിലെ കൃഷി, അതുപോലെ വെർട്ടിക്കൽ ഫാമിങ്, ചെടിച്ചട്ടിയിലെ കൃഷി, ടെറസിലെ കൃഷിയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. എന്താണ് അപ്പോൾ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ചാൽ സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗ്ഗമാണ് വെർട്ടിക്കൽ ഫാമിംഗ്. സ്ഥലപരിമിതി മറികടക്കുന്നതിനുള്ള ഒരു നൂതന മാർഗ്ഗമാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ, എങ്ങനെയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ചാൽ ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലംബമായിട്ടില്ലേ, ഇവിടെ നോക്കിയാൽ ലംബമായിട്ട് അടുക്കിയിരിക്കുന്ന ഈ പാളികളിൽ എന്താണ് വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണെന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താം എന്നതാണ് വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ സവിശേഷത. അപ്പോൾ വെർട്ടിക്കൽ ഫാമിങ്ങിൽ നമുക്ക് എന്താണ് ഹൈഡ്രോപോണിക്സ് അതുപോലെ തന്നെ എയറോപോണിക്സും ഉപയോഗപ്പെടുത്താം. എന്താണ് ഹൈഡ്രോപോണിക്സ്, എന്താണ് എയറോപോണിക്സ് എന്നൊക്കെ അറിയായിരിക്കുമല്ലോ. സസ്യങ്ങൾ വളർത്തുന്നതിനുള്ള പുരോഗമിച്ചതും മണ്ണ് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള വഴികളാണ് ഈ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. അവിടെ മണ്ണ് ഉപയോഗിക്കുന്നില്ല. അതായത് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ വേരുകൾ വെള്ളത്തിൽ മുക്കും. വേരുകൾ വെള്ളത്തിൽ മുക്കും. അതായത് ഇപ്പോൾ വേരുകളിൽ എന്താണ് ഇപ്പം ഈ ന്യൂട്രിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ ന്യൂട്രിയൻസ് ഒക്കെ ഇങ്ങനെ കലർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം വേരുകൾ പോഷക സമ്പുഷ്ടമായ വെള്ളത്തിൽ ആക്കും, അല്ലാന്നുണ്ടെങ്കിൽ കളിമണ്ണ് കേട്ടോ, അല്ലെങ്കിൽ എന്താണ് പെർലൈറ്റ് പോലുള്ള നനഞ്ഞ മാധ്യമത്തിലൊക്കെ നേരിട്ട് ഇരിക്കുന്നതാണ് ഈ ഹൈഡ്രോപോണിക്സ്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ എന്താണ് എല്ലാ ന്യൂട്രിയൻസും ലഭിക്കും അല്ലേ. ഇങ്ങനെ പോഷകഘടകങ്ങളുള്ള ഈ അതിൽ ലയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാതും എന്തിന് കിട്ടും, ഈ ഒരു ചെടിക്ക് കിട്ടും അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മേന്മ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലക്കുറവാണ്. അതുപോലെ തന്നെ തുടക്കക്കാർക്ക് ഇത് എളുപ്പമായിരിക്കും. പിന്നെ ദോഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, നന്നായിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓക്സിജൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്താണ് ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്താണ് എയറോപോണിക്സ് എന്ന് വെച്ചാൽ, എയറോപോണിക്സ് എന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താണ് എയറോപോണിക്സ്, വേരുകൾ വായുവിൽ തങ്ങി നിൽക്കും. അപ്പോൾ ഇവിടെയും എന്താണ് ഈ വായിൽ തങ്ങി നിൽക്കും, അതിൽ നമ്മൾ ഈ ന്യൂട്രിയൻസ് ഒക്കെ ഒരു കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കൂലേ, അതാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പം വേരുകൾ ഒരു ഒഴിഞ്ഞ അറയിൽ തൂങ്ങിക്കിടക്കും. ആ സമയത്ത് നമ്മൾ ഈ ഒരു പോഷകമിസ്റ്റ് തെളിക്കണം. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അധികം വെള്ളം കിട്ടുന്നില്ല അല്ലേ, എന്നാൽ ആവശ്യമായിട്ടുള്ള ഇത് കിട്ടുന്നുണ്ട് താനും അല്ലേ. പരമാവധി ഓക്സിജൻ ആഗിരണം, വേഗതയേറിയ വളർച്ച നിരക്ക്, നന്നായിട്ട് ഓക്സിജൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കറക്റ്റ് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കിട്ടുന്നുണ്ട്. അപ്പോൾ ദോഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിലയാണ്, ഇങ്ങനെ ആക്കുന്നതിനായിട്ട് നല്ല വിലയാണ്. അതുപോലെ തന്നെ എന്താണ് ഈ നോസിലൊക്കെ അടഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ വൈദ്യുതിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ വൈദ്യുതി നിലയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് സസ്യങ്ങൾ ജീർണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും എന്ന് പറയുന്നത്. ഇനി പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇത് പ്രാവർത്തികമാക്കാം. കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. അപ്പോൾ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ എക്സാമ്പിളാണ് ഇതുപോലെ തന്നെ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ഒക്കെ വെർട്ടിക്കൽ ഫാമിങ്ങിന് എക്സാമ്പിളാണെന്ന് പറയാം. ഇതുപോലെ പാളികളായിട്ടൊക്കെ അടക്കി വെച്ചിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരിക്കുക. മണ്ണിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ എന്താണ് വളപ്രയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സസ്യപോഷകങ്ങൾ, ഏതൊക്കെയാണ് സസ്യപോഷകങ്ങൾ? സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. നമുക്കറിയാം അല്ലേ, സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഏതൊക്കെയാണ്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? മാക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്.
മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ എന്താണ്, നന്നായിട്ട് ഈ നമ്മുടെ സസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കൂടുതൽ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതായത് ഈ നൈട്രജനും പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ ഒക്കെ എന്താണ് നന്നായിട്ട് ആവശ്യമുണ്ട് സസ്യങ്ങൾക്ക്. അപ്പോൾ അതിനെ നിന്ന് പറയും മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മൈക്രോ എന്ന് വെച്ചാൽ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസിൽ ഏതൊക്കെ വരുന്നുണ്ട്? ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നുണ്ട്. വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ് വളപ്രയോഗം നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചതെന്നാണ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട് അല്ലേ. മൈക്രോ എന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള മൂലകങ്ങളാണ്. അതായത് ഏതൊക്കെയാണ്? ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡനം, ക്ലോറിൻ, നിക്കലൊക്കെ എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇനി മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്. അതായത് ഏതൊക്കെയാണ്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ ഒക്കെ എന്താണ് നന്നായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഇതിനെ എന്ന് വിളിക്കുന്നു? മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. നമുക്കറിയാം വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമാണ് സസ്യങ്ങൾ വളരുള്ളൂ അല്ലേ. ഇനി അപ്പോൾ എന്താണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു, മൈക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറഞ്ഞു, വളപ്രയോഗത്തിൻ്റെ ആവശ്യകതയും പറഞ്ഞു അല്ലേ. നടീലിന് മുമ്പോ ശേഷമോ ചില വളങ്ങൾ കൃഷിയിടത്തിൽ വിതറുന്നു, മറ്റു ചിലവ ചെടികളുടെ വേരുകൾക്ക് സമീപം നൽകുന്നു. അപ്പോൾ ഈ വളങ്ങൾ എങ്ങനെയാണ് നൽകുന്നതെന്നാണ് പറയുന്നത്. ചില സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെടി നടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു മണ്ണിൽ എന്താണ് ഈ വളങ്ങളൊക്കെ ഇട്ടിട്ട് അല്ലേ വളങ്ങൾ വിതറാം. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സസ്യങ്ങൾ കൃഷി ചെയ്തപ്പോൾ സസ്യങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വേരിൻ്റെ അടുത്തായിട്ട് ഇടാം. അതുപോലെ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഇലകളിൽ തെളിക്കുകയും മറ്റു ചിലവ വെള്ളത്തിൽ കലർത്തി വിളകളിൽ സ്പ്രേ ചെയ്യാറുമുണ്ട്. അതായത് എന്താണ് ഒരു വെള്ളത്തിലൊക്കെ ഈ വളങ്ങളൊക്കെ ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയും എന്താണ് ഈ വളം കൊടുക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഇലകളിൽ തെളിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് വല്ല കീടനാശിനികളൊക്കെ പോകുന്നതിനായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ തെളിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് വളങ്ങളും ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. വിളയുടെയും മണ്ണിൻ്റെയും തരം അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നത് മികച്ച വിളവ് ഉറപ്പാക്കും. ബയോ ബിന്നുകൾ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചിലവിൽ ജൈവവളം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം ബയോ ബിന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ചെറിയ ചിലവിൽ കുറഞ്ഞധികം ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ജൈവവളം നിർമ്മിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് വളങ്ങളെ കുറിച്ച് കറക്റ്റ് പറയുന്നുണ്ട്. വളങ്ങൾ എന്ന് പറയുമ്പോൾ ജീവാണു വളമുണ്ട്, കൃത്രിമ വളമുണ്ട്, അതുപോലെ തന്നെ നാനോ വളമുണ്ട്, പിന്നെ എന്താണ് ജൈവവളം ഉണ്ട് അല്ലേ. ജൈവവളം ഉണ്ട്. ഓക്കെ. ഇനി ഇതിലെന്താണ് നാനോ വളങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ എന്താണ് നാനോ വളങ്ങളാണ്. ഇതാണ് നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ എന്താണ് നാനോ വളങ്ങളാണ്. നാനോ കണിക രൂപത്തിലുള്ള കൃത്രിമ വളങ്ങളാണിവ. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് കഴിയും. മറ്റു വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ മതിയാകും. കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിൻ്റെ രാസഘടനയെ മാറ്റുന്നില്ല. അപ്പോൾ നാനോ വളങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ എന്താണ് നാനോ വളങ്ങൾക്ക് എക്സാമ്പിളാണ്. അതായത് നാനോ എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറിയ കണിക രൂപത്തിൽ നൽകുന്ന കൃത്രിമ വളങ്ങളെയാണെന്ന് പറയുന്നത് നാനോ വളങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് കഴിയില്ല. എത്രയും ചെറിയ അളവിലല്ലേ കൊടുക്കുന്നത്, അതായത് ചെറിയ കണിക രൂപത്തിലല്ലേ കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്താണ് സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാനായിട്ട് പറ്റും. മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് മതി. അതുപോലെ തന്നെ കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിൻ്റെ രാസഘടനയൊന്നും ഇത് മാറ്റുന്നില്ല. എന്താണ് കൃത്രിമ വളങ്ങളിൽ വരുന്നത്? അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് ഒക്കെ എന്താണ് കൃത്രിമ വളങ്ങളാണ് അല്ലേ. അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് ഒക്കെ കൃത്രിമ വളങ്ങളാണ്. മണ്ണിലെ പോഷക മൂല്യം വർദ്ധിപ്പിക്കാനായി കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നതാണ് ഈ കൃത്രിമ വളങ്ങൾ. ഇനി സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. അമിതമായ വളപ്രയോഗം മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും. അപ്പോൾ മണ്ണിലെ പോഷക മൂല്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ച് നൽകുന്നതാണ് എന്ന് പറയുന്നത് ഈ ഒരു
കൃത്രിമ വളങ്ങൾ എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ അത് ആഗിരണം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെയുള്ള കൃത്രിമ വളങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മണ്ണിനും ദോഷമാണ്, അതുപോലെ തന്നെ എന്താണ് വിഘാടകർക്കും ദോഷം ചെയ്യും. സൂക്ഷ്മജീവികളൊക്കെ നന്നായിട്ട് നശിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ചില സൂക്ഷ്മജീവികൾ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവാണുവളമാണ്. ജീവാണുവളം എന്ന് വെച്ചാൽ റൈസോബിയം, അസ്പോസ്പൈറിലം, മൈക്കോറൈസ് എന്നിവയ്ക്ക് എന്താണ് ജീവാണുവളങ്ങളാണ്. ഏതൊക്കെയാണ്? റൈസോബിയം, അസ്പോസ്പൈറിലം, മൈക്കോറൈസ് എന്നിവ എന്താണ് ജീവാണുവളങ്ങളാണ്. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നു. അപ്പോൾ ജീവാണുവളം എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നില്ല. ഇത് ദോഷം ചെയ്യുന്നില്ല. അപ്പോൾ ജീവാണുവളം എന്ന് പറയുമ്പോൾ ഇതിന് എക്സാമ്പിളാണ് റൈസോബിയം, അസ്പോസ്പൈറിലം, അതുപോലെ തന്നെ മൈക്കോറൈസ എന്നിവ. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നു. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ഇത് ദോഷം ചെയ്യുന്നില്ല. അപ്പോൾ ജീവാണുവളമാണെങ്കിലും നാനോ വളങ്ങളാണെങ്കിലും ജൈവവളമാണെന്നുണ്ടെങ്കിലും എന്താണ് മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നില്ല. എന്നാൽ ഈ ഒരു കൃത്രിമ വളങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് മണ്ണിനൊക്കെ ദോഷം ചെയ്യുന്നുണ്ട് അല്ലേ. മണ്ണിനും അതുപോലെ തന്നെ ഏതാണ് ചെടി അതുപോലെ തന്നെ വിഘാടകർക്കൊക്കെ ദോഷം ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജൈവവളമാണ്. ജൈവവളം എന്ന് വെച്ചാൽ എന്താണ്? അവശിഷ്ടങ്ങളാണ് അല്ലേ. ജൈവ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വളമാണ് എന്തെന്ന് പറയുന്നത് ജൈവവളം എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ഒന്നും ദോഷം ചെയ്യില്ല. വിഘാടകർ ഇവയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക. സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ അളവിൽ കുറവായിരിക്കും. വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസമെടുക്കും. ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പോഷകങ്ങളുടെ അളവ് നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ വിഘാടകർ കാണുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ വിഘടന പ്രക്രിയയ്ക്കാണെന്നുണ്ടെങ്കിലും കുറേ സമയം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ വളങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ജീവവളങ്ങളും കൃത്രിമ വളങ്ങളും ജീവാണുവളങ്ങളും നാനോ വളങ്ങളൊക്കെ ഉണ്ട്. നാനോ വളങ്ങളെന്ന് വെച്ചാൽ ചെറിയ കണിക രൂപത്തിൽ നൽകുന്നവയാണ്. നമുക്ക് എന്താണ് പെട്ടെന്ന് ചെടികൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ കൃത്രിമ വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമോണിയം ഫോസ്ഫേറ്റ് യൂറിയ ഒക്കെ അതിന് എക്സാമ്പിളാണ്. പക്ഷേ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിഘാടകർക്ക് ദോഷം ചെയ്യുന്നുണ്ട്, മണ്ണിനെ ദോഷം ചെയ്യുന്നുണ്ട്. ഇനി ജീവാണുവളം എന്ന് വെച്ചാൽ ഇത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. റൈസോബിയം, അസ്പോസ്പൈറിലം, അതുപോലെ തന്നെ മൈക്കോറൈസ് എന്നിവയ്ക്ക് ജീവാണുവളങ്ങളാണ്. ഇവ എന്ന് വെച്ചാൽ നൈട്രജൻ സ്ഥിരീകരണത്തിലേക്കാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നുണ്ടോ? ഇല്ല, ദോഷം ചെയ്യുന്നില്ല. ഇനി ജൈവവളമാണെന്നുണ്ടെങ്കിലും ദോഷം ചെയ്യുന്നില്ല. പക്ഷെ ഇതിന് നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വിഘാടകർക്ക് ഇങ്ങനെ വിഘാടകർ സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ വിഘാടകർക്ക് ഈ വിഘടനത്തിന് സമയം നന്നായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോഷകങ്ങളുടെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ലീഫ് കളർ ചാർട്ട് എന്താണെന്ന് പറയുന്നുണ്ട്. ധാന്യവിളകളിൽ നൈട്രജൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ളൊരു എളുപ്പമാർഗ്ഗമാണ് ലീഫ് കളർ ചാർട്ട്. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കുന്നു. ഇളം പച്ച നിറം നൈട്രജൻ്റെ കുറവ് സൂചിപ്പിക്കുന്നു. കടും പച്ച നിറം നൈട്രജൻ്റെ അളവ് ആവശ്യത്തിനുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. അപ്പം ഇപ്പോൾ നമുക്ക് ഒരു ചെടിയുടെ അടുത്ത് പോയിട്ട് ലീഫ് കളർ ചാർട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നൈട്രജൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? ഓരോ കളറിനും എത്രയാണ് മൂല്യം വരുന്നതെന്ന് നമുക്കറിയാം. വാല്യൂ ഉണ്ടായിരിക്കും ഓരോന്നിനും. ഇപ്പോൾ ഇളം കളറാണെന്നുണ്ടെങ്കിൽ, ഇളം പച്ച നിറമാണെന്നുണ്ടെങ്കിൽ അവിടെ നൈട്രജന് കുറവായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കടും പച്ച നിറമാണെങ്കിലോ നൈട്രജൻ അളവ് കൂടുതലായിരിക്കും. ഇനി കൊടുക്കും തോറും മേറിടും. സസ്യങ്ങൾക്ക് ലഭിക്കുന്ന മൂലകങ്ങളെല്ലാം വിവിധ രൂപത്തിൽ അവയെ ആഹാരമാക്കുന്ന നമുക്കും ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഭക്ഷ്യയോഗ്യമായ 100 ഗ്രാം പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്ന വിവിധ പോഷകങ്ങളുടെ അളവൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചേമ്പിലയിലാണെങ്കിൽ പ്രോട്ടീൻ എത്ര കിട്ടും? 3.9 ആണ്. നാരാണെങ്കിലോ 2.9, അന്നജമാണെങ്കിൽ 6.8. അപ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോ പച്ചക്കറി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. എത്ര അളവാണെന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം കേട്ടോ. ഇനി നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയായിരിക്കും. അവ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ സ്വാഭാവികമായും പ്രതിരോധം ആർജിച്ചിരിക്കുന്നതിനാൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാം. പ്രാദേശിക പരാഗണകാരികളായിട്ടുള്ള പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണകരമാണ്. വളങ്ങളും വളരെ കുറച്ച് മാത്രം മതി എന്നതിനാൽ ചിലവും കുറയ്ക്കാം. അതായത് നാടൻ ഇനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാടൻ ഇനങ്ങളൊക്കെ ഈ പരിസ്ഥിതിയോട് ഇണങ്ങി വരുന്നവയാണ്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വരാനുണ്ടെങ്കിൽ അവർ അതിനോട് സ്വയം പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ
അപ്പോൾ അങ്ങനെ സ്വയം പ്രതിരോധം തീർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് കീടനാശിനികളൊന്നും അങ്ങനെ അധികം തെളിക്കേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ പ്രാദേശിക പരാഗണകാരികളായിട്ടുള്ള പ്രാണികൾ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണകരമാണ്. പിന്നെ എന്താണ് വളങ്ങളും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം നമ്മൾ പറഞ്ഞില്ലേ, ഇവയ്ക്ക് കീടനാശിനികളോടൊക്കെ പൊരുതാനുള്ള, അതായത് കുറച്ചൊക്കെ പൊരുതാനായിട്ടുള്ള ഒരു ഇതുണ്ട്, കപ്പാസിറ്റി ആർക്കുണ്ട്, ഈ നാടൻ ഇനങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് അധികം എന്താണ് കൂടുതലായിട്ട് നമുക്ക് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി വീട്ടുവളപ്പിൽ ഇത്തരം നാടൻ പച്ചക്കറികൾ വളർത്താൻ കഴിയും. അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഇനി മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴേ മെച്ചപ്പെട്ട വിളവ് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഗുണമേന്മയുള്ള എന്ത് ലഭിക്കണം, നമുക്കൊരു സസ്യം അല്ലെങ്കിൽ ഒരു ചെടി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ മാർഗ്ഗങ്ങളുണ്ട്. അതായത് ഗ്രാഫ്റ്റിംഗ് ചെയ്യാം, ബഡ്ഡിങ് ചെയ്യാം, ലെയറിങ് ചെയ്യാം, പിന്നെ എന്തൊക്കെയാണ് വർഗ്ഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ, GM വിളക്ക് എന്നാണ് ഇതിന് എക്സാമ്പിളാണ്. അതായത് ഒരു നല്ല ഒരു ചെടിയും അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ നമുക്കൊരു നല്ല ഗുണമേന്മയുള്ള 2 ചെടികൾ തമ്മിൽ നമുക്ക് കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ 2 എണ്ണത്തിന് ഗുണം കിട്ടല്ലോ അല്ലേ, അതിലുണ്ടാകുന്ന ഫ്രൂട്ടിൽ നിന്നാണ് 2 എണ്ണത്തിന് ഗുണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് ടിഷ്യൂ കൾച്ചറും അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് GM വിള നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കില്ല, ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, 2 വ്യത്യസ്ത സസ്യങ്ങളെ തമ്മിൽ ഒന്നാണ് ഒരുമിച്ച് ചേർക്കുകയാണ് ചെയ്യുക അല്ലേ. നമ്മൾ ഇതിലാണ് 5ാം ക്ലാസ്സിലെ ബുക്കിലാണ് തോന്നുന്നു, സ്റ്റോക്കും സയോണൊക്കെ എന്താണെന്ന് പറയുന്നുണ്ട്. വേരുകളുള്ള സസ്യത്തെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, ആ തിരഞ്ഞെടുത്ത ശാഖയാണ് സയോൺ എന്ന് പറയുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2നും ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലേ. ഇനി ബഡ്ഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, മറ്റൊരു ചെടിയിലേക്ക് ഒരു മുകുളം തിരികുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള ഒരു ചെടിയിൽ നിന്നാണ് അപ്പോൾ മുട്ട് വരാം. ഓക്കെ. പിന്നെ സാധാരണയായിട്ട് ഇത് കൂടുതലും റോസാപ്പൂക്കളിലേക്കാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ ബഡ്ഡിംഗ് ഉപയോഗിക്കുന്നത്. ഇനി ലെയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്, മാതൃസസ്യത്തോട് ചേർന്നിരിക്കുമ്പോൾ ഒരു ശാഖയിൽ വേരുകൾ വികസിക്കും. ഒരു ശാഖയുടെ പുറന്തൊലി ചെറുതായിട്ട് ചുരണ്ടിയിരിക്കും. ഇത് നനഞ്ഞ മണ്ണും കയർപ്പൊടിയും കൊണ്ട് മൂടപ്പെട്ടിരിക്കും. അതായത് ഈ നമ്മുടെ ഏതാണ് ഒരു സസ്യം, അതിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയിലായിട്ട് വേരുകൾ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ വേരുകൾ നമുക്ക് ഇങ്ങനെ ഈ മണ്ണിൽ ഇങ്ങനെ മുക്കി വയ്ക്കുക, അതായത് മണ്ണ് അത് തമ്മിൽ പൊതിഞ്ഞ് വയ്ക്കുക, മണ്ണും കയർപ്പൊടിയൊക്കെ ഇങ്ങനെ നനഞ്ഞ മണ്ണൊക്കെ ഇങ്ങനെ മൂടി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ് മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വേരുകൾ വരും. അങ്ങനെ സംഭവിക്കും, നമുക്കത് മുറിച്ചിട്ട് നമുക്ക് വേറൊരു ചെടി നടാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വർഗ്ഗസങ്കരണം അല്ലേ. വർഗ്ഗസങ്കരണം എന്ന് വെച്ചാൽ എന്താണ്, വ്യത്യസ്ത ഇനങ്ങളിലുള്ള 2 സസ്യങ്ങൾ തമ്മിലുള്ള പരപരാഗണത്തെയാണ് വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത് അല്ലേ. പരാഗണം ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. 2 മാതാപിതാക്കളിൽ നിന്നും നല്ല ഗുണങ്ങൾ മാത്രം എടുത്തിട്ടാണ് അവിടെ സംയോജിപ്പിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ് GM വിള, ടിഷ്യൂ കൾച്ചർ എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് GM വിള എന്ന് വെച്ചാൽ, ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. കീടബാധ ചെറുക്കുന്ന പരുത്തി ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വൈറ്റമിൻ A ധാരാളം അടങ്ങിയ നെല്ലിനങ്ങൾ എന്നിവ ഇത്തരം വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ GM വിള എന്ന് വെച്ചാൽ GM എന്ന് പറയുമ്പോൾ എന്താണ്, ജനിതക എഞ്ചിനീയറിംഗ് അല്ലേ, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് G എന്ന് പറയുമ്പോൾ ജനിതക എഞ്ചിനീയറിംഗ് ആണെന്നുള്ള ഒരു ഇത് വരാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. അപ്പോൾ ജനിതക എഞ്ചിനീയറിംഗ് വഴിയാണെന്നുള്ളത് മനസ്സിലാക്കാനാണ് G എന്ന് പറയുന്നത് പറഞ്ഞത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ GM എന്ന് വെച്ചാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്നാണ്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കീടബാധ ചെറുക്കുന്ന പരുത്തി ചെടി എക്സാമ്പിൾ ചോദിക്കാം. GM വിളകൾക്ക് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ കീടബാധ ചെറുക്കുന്ന പരുത്തി ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീന്, വൈറ്റമിൻ A അടങ്ങിയിട്ടുള്ള നെല്ലിനങ്ങൾ എന്നിവയ്ക്ക് എന്താണ് GM വിളകൾക്ക് എക്സാമ്പിളാണ്. ഇനി എന്താണ് ടിഷ്യൂ കൾച്ചർ എന്ന് വെച്ചാൽ, മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിധിയാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിധിയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്തു നിന്നും കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് തൈ ചെടികളെ ഉണ്ടാക്കുന്നത്. എന്നാണ് സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്തു നിന്ന് കലകളെയാണ് അവിടെ വേർതിരിച്ചെടുക്കുന്നത്. എന്നിട്ട് പ്രത്യേക പോഷക മാധ്യമത്തിൽ നോക്കി ഇവിടെ കണ്ടാം വളർത്തിയിട്ടാണ് തൈച്ചെടികളൊക്കെ ഉണ്ടാക്കുന്നത്. മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവ സവിശേഷതകളുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ്, ടിഷ്യൂ കൾച്ചർ എന്നീ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ GM വിളകൾക്ക് ഒട്ടേറെ ഗുണവിശേഷങ്ങളുണ്ട്, പക്ഷേ ഇവ തദ്ദേശീയ ഇനങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ടെന്ന അഭിപ്രായവുമുണ്ട്.
ഇനി എന്താണ് ജലവിനിയോഗം? രണ്ട് കർഷകർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ. നിങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ മതിയാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് ചിലപ്പോൾ തോരാത്ത മഴ, ചിലപ്പോൾ തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വരൾച്ച എന്ത് ചെയ്യും? അപ്പോൾ കൃഷി ചെയ്യാനായിട്ടുള്ള നിവൃത്തിയില്ല അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഹരിതഗൃഹം? ഹരിതഗൃഹം എന്ന് വെച്ചാൽ എന്താണ്? മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഹരിതഗൃഹം. മറ്റേതിനുള്ള നേരെ ഈ മഴ കൂടുതലാണ് അല്ലെങ്കിൽ വെള്ളമില്ല എന്നൊക്കെ പറയുന്നതിനുള്ളൊരു എന്താണ് സൊല്യൂഷൻ ആണെന്ന് പറയുന്നത് ഹരിതഗൃഹം എന്ന് പറയുന്നത്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ്. പ്ലാസ്റ്റിക്, നെയ്ലോൺ, പോളിയെത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക്, നെയ്ലോൺ, പോളിയെത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനൊരു ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കാനും ഇതിലൂടെ കഴിയും. എല്ലാ ഭാഗത്തും എന്തൊരു മറയുണ്ടല്ലേ, അതിനാൽ തന്നെ കീടരോഗബാധ ചെറുക്കാനും ഇതിന് കഴിയും. ഇനി തുള്ളിനന. എന്താണ് തുള്ളിനന എന്ന് വെച്ചാൽ ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണിത്. തുള്ളിനന എന്ന് വെച്ചാൽ എന്താണ്? ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചിട്ടുള്ള ജലസേചന രീതിയാണ് തുള്ളിനന എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും. എല്ലാ ചെടികൾക്കും ഒരുപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. അപ്പോൾ തുള്ളിനന എന്ന് പറയുമ്പോൾ തന്നെ തുള്ളികളായിട്ടായിരിക്കും വെള്ളം ലഭിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അധികം വെള്ളം അവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. അതായത് നമുക്ക് എന്താണ് ജലനഷ്ടം പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും എന്താണ് ഒരേപോലെ തന്നെ ജലലഭ്യതയും കിട്ടും അല്ലേ, ജലം കിട്ടും. നെക്സ്റ്റ് തിരുനന. തിരുനന എന്ന് വെച്ചാൽ എന്താണ്? പരുത്തി തുണി അല്ലേ, പരുത്തി തുണി ഇല്ലേ, പരുത്തി തുണി. ആ പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ കേട്ടോ. തിരുനന എന്ന് വെച്ചാൽ എന്താണ്? തിരിയുടെ സഹായത്താൽ. അപ്പോൾ പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ്. തുള്ളിനനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ. തിരുനന എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പരുത്തി തുണിയുടെ തിരി ഉണ്ടല്ലോ, പരുത്തി തുണി കൊണ്ടുള്ള തിരി ഉണ്ടല്ലോ, ഈ തിരിയുടെ സഹായത്താൽ ഈ ജലസ്രോതസ്സിൽ നിന്നും ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഈ തുള്ളിനനയേക്കാളും കുറച്ച് ജലം മാത്രമാണ് ഈ തിരുനനയിൽ വരുന്നുള്ളൂ. ഇനി പുതയിടൽ എന്ന് വെച്ചാലോ, ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് പുതയിടൽ. പുതയിടൽ എന്ന് വെച്ചാൽ എന്താണ്? ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുന്നതിനായിട്ട് കരിയിലകളും വൈക്കോലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യും. അങ്ങനെയുള്ള രീതിയാണ് പുതയിടൽ എന്ന് പറയുന്നത്. കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കുവാനും ഇതിലൂടെ കഴിയും. കളകളുടെ വളർച്ച കുറയ്ക്കുന്നതിനായിട്ടും അതുപോലെ തന്നെ മണ്ണ് ജൈവസമ്പുഷ്ടമാക്കുവാനും ഇതിലൂടെ കഴിയും. അപ്പോൾ പുതയിടൽ എന്ന് വെച്ചാൽ ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുന്നതിനായിട്ട് കരിയിലകളും വൈക്കോലൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിലൂടെ കളകളുടെ വളർച്ച കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ മണ്ണ് ജൈവസമ്പുഷ്ടമാക്കാനും പറ്റും. ഇനി കീടനിയന്ത്രണം, പെസ്റ്റ് കൺട്രോൾ. എങ്ങനെയാണ് നമുക്ക് കീടങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റുക? ഇപ്പോൾ നമുക്കറിയാം പയറിലൊക്കെ തുരപ്പൻ കാണാനായിട്ട് സാധിക്കും അല്ലേ. പയർ കൃഷി ചെയ്യുന്നവർക്കറിയാം പയറിലൊക്കെ ഈ ഒരു പുഴു കാണുന്നുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ വെണ്ടയിലാണെങ്കിൽ എന്താണ്? ഇല ചുരുട്ടി പുഴാണ്. ഇങ്ങനെ ചുരുണ്ടിട്ട് അതിനുള്ളിൽ ഈ പുഴു ഇരിക്കുന്നുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ തണ്ട് തുരപ്പൻ വഴുതനയിലാണ് അല്ലേ. വഴുതനയിൽ തണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ തണ്ടിനുള്ളിൽ കൂടിയാണ് ഈ പുഴു വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റേ ഈ ഇലച്ചെടികളൊക്കെ ഇല്ലേ, അതിലൊക്കെ ഈ തണ്ട് തുരപ്പൻ നന്നായിട്ടുണ്ടാവാറുണ്ട് അല്ലേ. ഇനി സംയോജിത കീടനിയന്ത്രണം. കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ നിലവിലുണ്ട്. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്തു വേണം കീടനിയന്ത്രണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുക എന്നതല്ല, വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാകാത്ത തരത്തിൽ അവയുടെ പെരുകൾ നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കീടങ്ങളൊക്കെ ഫുള്ളായിട്ട് നശിപ്പിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് അങ്ങനെയല്ല വേണ്ടത്. അതായത് എല്ലാ കീടങ്ങളെ നശിപ്പിക്കുക എന്നതല്ല വേണ്ടത്, വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാകാത്ത തരത്തിൽ ഇവയുടെ പെരുകൾ നിയന്ത്രിക്കണം. അതാണ് കർഷകരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായിട്ടുള്ള കീടനാശിനികൾ എപ്പോഴും ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലകളും കെണികളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മിത്രകീടങ്ങളുണ്ട്, അതുപോലെ തന്നെ
കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെയൊക്കെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംയോജിത കീടനിയന്ത്രണം? പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായിട്ട് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. മിത്രകീടങ്ങളിൽ പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. കീടങ്ങൾ പെരുകുകയും വിളനഷ്ടമുണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലെ മുൻകരുതലുകൾ പാലിച്ചു വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. ഇനി എന്താണ് സംയോജിത കൃഷി എന്ന് വെച്ചാൽ, അതായത് ഒന്ന് മറ്റൊന്നിനും കൂടെ ഉപകാരമാകുന്ന രീതിയിൽ കൃഷി ചെയ്യുന്നതാണ്. അതായത് നമ്മളിവിടെ സസ്യങ്ങളെ കൃഷി ചെയ്യാമെന്ന് വിചാരിക്കൂ. അതിനടുത്തായിട്ട് ഈ ഫാമിംഗ് ഒക്കെ നടത്തുന്ന പശു, അതുപോലെ തന്നെ കോഴി, താറാവ് വളർത്തലൊക്കെ നടത്തുകയാണെങ്കിൽ ഇവർക്കും എന്താണ് അതിൽ നിന്നുള്ള സസ്യം ലഭിക്കും ഈ സസ്യം അതിൽ നിന്നുള്ള വേസ്റ്റൊക്കെ എന്താണ് ഇവർക്കും കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ സംയോജിച്ച് കൃഷി ചെയ്യുന്നതാണ് പറയുന്നത്. നോക്കാം, സസ്യപരിപാലനം മാത്രമാണോ കൃഷി എന്ന് പറയുന്നത്? അല്ല അല്ലേ. സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്നതും കൃഷി തന്നെയാണ്. ഇപ്രകാരം വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. സംയോജിത കൃഷി, കോഴി, താറാവ്. കോഴി, താറാവിൻ്റെ ഇവിടെ നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങാം അല്ലേ. ഇപ്പോൾ പച്ചക്കറി കൃഷി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി കൃഷിയിൽ നിന്നുള്ള തീറ്റ നമുക്ക് കാലിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറിയിൽ ആ ഒരു ഭാഗത്തു നിന്നുള്ള തീറ്റ എന്ന് പറയുന്നത് കോഴിക്കും താറാവിനും കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ കോഴിയുടെയും താറാവിൻ്റെയും എന്താണ് ഈ കാഷ്ടങ്ങളൊക്കെ എന്താണ് വളമായിട്ട് പച്ചക്കറിക്ക് ഇടാം അല്ലേ. അതുപോലെ തന്നെ കാലി വളർത്തൽ എന്ന് പറയുമ്പോൾ എന്താണ് ചാണകമൊക്കെ എന്താണ് നമുക്ക് പച്ചക്കറിക്ക് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കാലി വളർത്തലും നെൽകൃഷി വെച്ച് നോക്കുകയാണെങ്കിലോ, ഇപ്പോൾ നെല്ല് എന്ന് പറയുന്നത് നമുക്ക് കാലിക്കിട്ട് കൊടുക്കാം അല്ലേ. ഇപ്പോൾ കാലിയുടെ വളം എന്ന് പറയുന്നത് എന്താണ് നെല്ലിനും കൊടുക്കാം അല്ലേ. അതുപോലെ തന്നെ എല്ലാതും ഇങ്ങനെ എന്താണ് സംയോജിപ്പിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഉപകാരം ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി എന്താണ് സ്മാർട്ട് ഫാമിംഗ്? ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് യുവ കർഷകൻ ശ്രദ്ധാകേന്ദ്രമാകുന്നു എന്ന് പറഞ്ഞിട്ടൊരു പത്രത്തിൽ നിന്നുള്ള ഒരു ഇത് തന്നിട്ടുണ്ട്. എറണാകുളം IT മേഖലയിൽ ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്ന യുവാവ് നിലവിലുണ്ടായിരുന്ന തൻ്റെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാർഷിക രംഗത്തെ നൂതന രീതികളും IT മേഖലയിലെ അറിവുകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. തൻ്റെ കൃഷി രീതിയെ സ്മാർട്ട് ഫാമിംഗ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് നല്ല ശമ്പളം ഉണ്ടായിട്ടും ഇയാളെന്താ ചെയ്യുന്നത്? കൃഷിയാണ് ചെയ്യുന്നതില്ലേ. അതായത് കാർഷിക രംഗത്തെ നൂതന രീതികളും IT മേഖലയിലുള്ള അറിവുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. അതിനാൽ തന്നെ സ്മാർട്ട് ഫാമിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് ഫാമിംഗിൽ എന്തൊക്കെ വരാം? നിർമ്മിത ബുദ്ധി അതായത് AI സഹായത്തോടു കൂടി നമുക്ക് ഫാമിംഗ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവയൊക്കെ പങ്കുവെച്ചിട്ട് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രശ്ന പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താം. ഇനി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് സെൻസറുകളുടെ സഹായത്തിൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്തിൽ പ്രശ്ന പരിഹാര സംവിധാനം ഒരുക്കാം. ഇനി ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും നമ്മൾ നേരത്തെ പറഞ്ഞു പോഷകലായനിയിലെ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇനി എയറോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്തിൽ ലഭ്യമാക്കുന്നതാണ് എയറോപോണിക്സ്. അപ്പോൾ സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുമ്പോൾ നിർമ്മിത ബുദ്ധി AI സഹായത്തോടു കൂടി എന്ത് ചെയ്യാം? വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വിവരങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് നമുക്ക് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റും. ഇനി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് യന്ത്ര സഹായത്തിൽ പ്രശ്ന പരിഹാര സംവിധാനം ഒരുക്കാം. ഇനി ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്താം. എന്നിട്ട് സെൻസറുകളുടെ സഹായത്തിൽ അവിടെ എന്തെങ്കിലും കുറവുണ്ടോ, ഈ പോഷകങ്ങൾക്ക് എന്തെങ്കിലും അളവ് കുറവുണ്ടോയെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ആവശ്യാനുസരണം ലഭ്യമാക്കാം. ഇനി എയറോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളൊക്കെ സ്പ്രേ ചെയ്യുക അല്ലേ. അങ്ങനെ യഥാസമയം സെൻസറുകളുടെ സഹായത്തിലാണ് ഇവ ലഭ്യമാക്കുന്നത്. നെക്സ്റ്റ് വിപണനം. നമുക്ക് കൃഷി മാത്രം ചെയ്താൽ പോരെ, വിപണനത്തിൽ നമുക്കിത് മാർക്കറ്റുകളിൽ എത്തിക്കുകയും വേണം.
കൃഷി മാത്രം സ്മാർട്ടായാൽ മതിയോ? ഓൺലൈൻ മാർക്കറ്റിങ്ങിന് ഈ കാലഘട്ടത്തിൽ കാർഷികോൽപ്പന്ന വിപണനവും സ്മാർട്ടാവേണ്ടതില്ലേ? വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണി മൂല്യവും വർദ്ധിപ്പിക്കാനാവില്ലേ? കൃഷിയിടങ്ങളിൽ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയുടെ എളുപ്പത്തിൽ സാധ്യമാക്കാം. ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കാനും ഇതിനാകും. ഭൗമസൂചികാ പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കും. എന്താണ് ഭൗമസൂചികാ പദവി എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് നോക്കിയേ. കേരള കശുവണ്ടിക്ക് ഭൗമസൂചികാ പദവിക്ക് ശ്രമം. കൊല്ലം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിക്ക് കേരള കശുവണ്ടി എന്ന പേരിൽ ഭൗമസൂചികാ പദവി നേടാൻ ശ്രമം തുടങ്ങി. കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസി സ്പെഷ്യൽ ഓഫീസർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഈ പദവി അംഗീകരിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു ഭൗമസൂചികാ പദവി എങ്ങനെയാണ് ലഭിക്കുന്നത്? കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, നിറം, മണം, പോഷക ഗുണം എന്നിവയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചികാ പദവി ലഭിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധികം മൂല്യവും ലഭിക്കും. അതായത് ഓരോ ഭാഗത്തും കൃഷി ചെയ്യുന്ന ഓരോ വിളകൾക്കും എന്താണ് ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരിക്കും. രുചി, നിറം, മണം, പോഷക ഗുണം എന്നിവയിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചികാ പദവി ലഭിക്കും. ഇതിനെന്താണ് വില കൂടുതലാണ്, അതായത് അധികം മൂല്യം ലഭിക്കുന്നുണ്ട് വിപണിയിൽ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് പാലക്കാടൻ മട്ടേരി, മലബാർ കുരുമുളക്, കുറ്റാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില എന്നിവയ്ക്കൊക്കെ എന്താണ് ഭൗമസൂചികാ പദവി ലഭിച്ചിട്ടുണ്ട്. ഇനി കൃഷിയിലെ വൈവിധ്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല കൃഷി എന്ന് പറയുന്നത്. ഇലവാഴ കൃഷി കണ്ടോ, ഉദ്യാന കൃഷി, പക്ഷി വളർത്തൽ, ഔഷധ സസ്യ കൃഷി, വെറ്റില കൃഷി, പുഷ്പകൃഷി, അലങ്കാര മത്സ്യകൃഷി, ഓമന മൃഗങ്ങളെ വളർത്തൽ ഇവയൊക്കെ എന്താണ് കൃഷിയിൽ എന്തുതന്നെയാണ് വരുന്നത്. ഇനി കർഷകർക്കായിട്ട് മൊബൈൽ ആപ്പുകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീടരോഗബാധ മുന്നറിയിപ്പുകൾ, കൃഷി സംബന്ധിയായ വിദഗ്ധോപദേശങ്ങൾ, വിപണി നിലവാരം, കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാക്കുന്ന ആപ്പുകളുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബോക്സ് AB എന്നിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്തുക. സ്ഥലപരിമിതിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കും? തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുക? വെർട്ടിക്കൽ ഫാമിംഗ് ഉപയോഗിക്കും. അതുപോലെ തന്നെ എന്താണ് വെർട്ടിക്കൽ ഫാമിങ്ങും മട്ടുപ്പാവിലെ കൃഷി എന്താണ് സ്ഥലപരിമിതിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി കൃത്രിമ വളങ്ങൾ ഏതൊക്കെയാണ്? കൃത്രിമ വളങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ് ഒക്കെ എന്താണ് കൃത്രിമ വളങ്ങളാണ് അല്ലേ. ഇനി ജൈവവളം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? എല്ലിപ്പൊടി, അതുപോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ മണ്ണിര കമ്പോസ്റ്റ് അല്ലേ, കാലിവളം എന്നിവയൊക്കെ എന്ത് തന്നെയാണ്? ജൈവവളമാണ്. നെക്സ്റ്റ്, സതീശന് 15 സെൻറ്റ് പുരയിടവും 30 സെൻറ്റ് നെൽപ്പാടവുമുണ്ട്. നെൽകൃഷി കൊണ്ട് വേണ്ടത്ര മെച്ചമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുരയിടവും പാടവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി ലാഭകരമാക്കാൻ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനായിട്ട് സാധിക്കുക? എന്തൊക്കെ നൽകും? സംയോജിത കൃഷി രീതി ചെയ്താൽ മതി എന്നറിയില്ലേ. അതായത് നെൽകൃഷിയോടൊപ്പം കോഴി വളർത്തലും താറാവ് വളർത്തലും മത്സ്യകൃഷിയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. താറാവിൻ്റെ കാഷ്ടം നെല്ലിന് വളമാകും. പാടത്തെ കീടങ്ങളെ താറാവുകൾ തിന്നൊടുക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സംയോജിത കൃഷി എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ഇനി വിള പരിവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? നെൽ കൊയ്തിന് ശേഷം പാടത്ത് എന്ത് ചെയ്യാം? പയർവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാം. അപ്പോൾ അത് മണ്ണിലെ നൈട്രജൻ്റെ അളവ് കൂട്ടും. അതുപോലെ തന്നെ അധിക വരുമാനം നൽകുകയും ചെയ്യും. ഇനിയും നോക്കുകയാണെങ്കിൽ പുരയുടെ കൃഷി എന്ന് വെച്ചാൽ എന്താണ്? 15 സെൻറ്റ് പുരയിടത്തിൽ ഉയർന്ന വരുമാനം വരുന്ന തെങ്ങ്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെ ഇടവിളകളായിട്ട് കൃഷി ചെയ്യാം. അതുപോലെ തന്നെ പശു വളർത്തലൊക്കെ ഇതിനിടയിലായിട്ട് നടത്താം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ചാണകമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതായത് നെല്ല് നേരിട്ട് വിൽക്കാതെ തന്നെ കുത്തരിയാക്കിയിട്ടോ പുട്ടുപൊടി, പലഹാരങ്ങൾ എന്നിവയൊക്കെ ആക്കി മാറ്റി വിറ്റാൽ എന്ത് സംഭവിക്കും? ലാഭം നന്നായിട്ട് കിട്ടും. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മറ്റുള്ളവയുടെ പൊതു സവിശേഷതകൾ എന്ത്? തിരിനന, വെർട്ടിക്കൽ ഫാമിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, പുതയിടൽ. ഇതിൽ വരാത്തത് ഏതാണ്? വെർട്ടിക്കൽ ഫാമിംഗ് ആണ് വരാത്തത് അല്ലേ. മറ്റുള്ളതിൻ്റെ സവിശേഷത നോക്കുകയാണെങ്കിൽ മറ്റുള്ളവ നോക്കുകയാണെങ്കിൽ ജലസേചനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന രീതിയാണ് എന്നു പറയുന്നത് തിരിനന, ഡ്രിപ്പ് ഇറിഗേഷൻ, പുതയിടൽ എന്നിവയൊക്കെ പറയുന്നത് അല്ലേ. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സ്ഥല പരിമിതി മറികടക്കുന്നതിനുള്ളൊരു കൃഷി രീതിയാണ്. നെക്സ്റ്റ്, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയറോപോണിക്സ്, ഭൗമസൂചിക. ഇതിൽ കൂട്ടത്തിൽ വരാത്തത് ഏതാണ് വരാത്തത്?
ഭൗമസൂചികയിലെ ബാക്കിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മണ്ണില്ലാത്ത കൃഷി രീതികളാണ് അല്ലേ. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ് വെള്ളത്തിൽ കൃഷി, നേരത്തെ പറഞ്ഞല്ലോ. എന്താണ് അക്വാപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്, അക്വാപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ് മത്സ്യവളർത്തലിനൊപ്പം അല്ലേ, മത്സ്യവളർത്തലിനൊപ്പം വെള്ളത്തിൽ ചെയ്യുന്നതാണ്. അതായത് ഇനി എയറോപോണിക്സ് എന്ന് വെച്ചാൽ വായുവിൽ അല്ലേ, വായുവിൽ വേരുകൾ നിർത്തിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ്, കീടങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയാലേ കൃഷി ലാഭകരമാകൂ എന്ന് പറയുന്നുണ്ട് ഒരു കർഷകൻ. എന്ത് ശരിയാണോ? അല്ല അല്ലേ. കാരണം നമ്മൾ പറഞ്ഞു എല്ലാ ജീവികളും എന്താണ് എല്ലാ ജീവികളും ദോഷം ചെയ്യുന്നില്ല അല്ലേ. ചില ജീവികളൊക്കെ പൂർണ്ണമായിട്ട് കൊന്നൊടുക്കിയാൽ രാസ കീടനാശിനികൾ അമിതമായി ഉപയോഗിച്ചാൽ അത് മിത്രകീടങ്ങളെയൊക്കെ നശിപ്പിക്കും. ഇത് പരിസ്ഥിതി മലിനീകരണത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. അതിനാൽ തന്നെ കീടനിർമ്മാർജ്ജനമല്ല, മറിച്ച് കീടനിയന്ത്രണമാണ് വേണ്ടത്. നിർമ്മാർജ്ജനമല്ല, നിയന്ത്രണമാണ് വേണ്ടത്. എല്ലാ ജീവികൾക്കും പ്രകൃതിയിൽ സ്ഥാനമുണ്ട്. ഇപ്പോൾ നമുക്ക് കീടങ്ങളെ പൂർണ്ണമായിട്ട് കൊന്നൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ രാസ കീടനാശിനികളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മിത്രകീടങ്ങളെയും അത് നശിപ്പിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ നോക്കി ചിത്രീകരണം നിരീക്ഷിക്കൂ. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള കർഷകർക്കുള്ള നേട്ടം എന്താണ്? ചിപ്സും വിനാഗിരി, തേങ്ങാപ്പാൽ, ക്രീമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നേട്ടം ഉണ്ടായിരിക്കാമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ, അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. ഇപ്പോൾ നമുക്ക് തേങ്ങയിൽ നിന്ന് നോക്കി ഇവിടെ കരകൗശല വസ്തുക്കളൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെന്താണ്, ഇപ്പോൾ കയർ ഉൽപ്പന്നങ്ങൾ, എന്താ പറയുക, ചവിട്ടികൾ ഉണ്ടാക്കുന്നതിനായിട്ടൊക്കെ ഉപയോഗിക്കാം അല്ലേ, കയർ ഉൽപ്പന്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ജൈവവളത്തിനായിട്ട് ചകിരിച്ചോറ് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ എന്താണ്, സോപ്പ്, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ, ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. വിനാഗിരി ആണെങ്കിലോ തേങ്ങാ വെള്ളത്തിൽ നിന്ന് വിനാഗിരി നിർമ്മിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഇതിൽ നിന്നുണ്ട് അല്ലേ, ഈ തെങ്ങിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്, ജീവൻ്റെ ഉത്ഭവം ജീവികളുടെയാണ്. അടുത്ത ക്ലാസ്സിലെടുക്കാം.